2026 ഏപ്രിൽ 20 സിറാജ് എഡിറ്റോറിയൽ. മരണയാത്രകളാകാതിരിക്കട്ടെ വിനോദയാത്രകൾ. കണ്ണീർ കയത്തിലാണ് മലപ്പുറം പള്ളിപ്പറമ്പ് പാങ്ങ് പ്രദേശവും പരിസര നാടുകളും. വിനോദയാത്രയ്ക്ക് പോയ പള്ളിപ്പറമ്പ് GLP സ്കൂളിലെ അധ്യാപകരും അധ്യാപകേതര ജീവനക്കാരും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സംഭവിച്ച അപകടം നഷ്ടമാക്കിയത് 6 അധ്യാപകരെയും സ്കൂളിലെ പാചകത്തൊഴിലാളിയെയും ബസ് ഡ്രൈവറെയുമാണ്. വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് പുറപ്പെട്ട സംഘം സഞ്ചരിച്ചിരുന്ന ടെമ്പോ ട്രാവലർ മടക്കയാത്രയിൽ വാൽപ്പാറ ചുരത്തിലെ 13ാം ഹെയർപിൻ വളവ് ഇറങ്ങുമ്പോഴാണ് നിയന്ത്രണം വിട്ട് 300 അടി താഴേക്ക് പതിച്ചത്. പാങ്ങ് സ്കൂളിനും നാട്ടുകാർക്കും ഒരിക്കലും മറക്കാനാകാത്ത ഉണങ്ങാത്ത മുറിവായി മാറി ഈ വേനലവധിക്കാലം. പതിവ് വാർത്തയാണിന്ന് വിനോദയാത്രാ സംഘങ്ങൾ സഞ്ചരിച്ച വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ. നമ്മുടെ യാത്രാ സംസ്കാരത്തിലെയും സുരക്ഷാ നിയമങ്ങളിലെയും പാളിച്ചകളും അശ്രദ്ധയുമാണ് കാരണം. ഡ്രൈവറുടെ പരിചയക്കുറവ്, വാഹനത്തിന്റെ സാങ്കേതിക തകരാർ, വിശ്രമമില്ലാത്ത യാത്ര എന്നിവയാണ് സാധാരണഗതിയിൽ വിനോദയാത്രാ വാഹനാപകടങ്ങൾക്ക് കാരണങ്ങൾ. വാൽപ്പാറ അപകടത്തിന് പ്രാഥമികമായി ഉയർന്നു കേൾക്കുന്ന കാരണം ഡ്രൈവറുടെ പരിചയക്കുറവാണ്. ചുരം റോഡുകളിൽ, പ്രത്യേകിച്ച് 40ഓളം ഹെയർപിൻ വളവുകളുള്ള പൊള്ളാച്ചി വാൽപ്പാറ പാതയിൽ വാഹനമോടിക്കാൻ ഡ്രൈവിംഗിൽ നല്ല പരിചയവും കഴിവും ക്ഷമയും ആവശ്യമാണ്. പ്രദേശത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും വളവുകളിൽ ഗിയർ മാറ്റേണ്ട രീതിയെക്കുറിച്ചും നല്ല പരിജ്ഞാനവും വേണം. അപകടത്തിൽപ്പെട്ട ട്രാവലർ ഓടിച്ച ഡ്രൈവറുടെ പരിചയക്കുറവാണ് അപകടത്തിന് വഴിവെച്ചതെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ടെമ്പോ ട്രാവലറിന്റെ സ്ഥിരം ഡ്രൈവറല്ല, സ്കൂൾ ഡ്രൈവറാണ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. സാധാരണ റോഡുകളിലേതുപോലെ വാഹനം ഓടിക്കാൻ സാധിക്കില്ല ചുരം റോഡുകളിൽ. തുടർച്ചയായോ അമിതമായോ ബ്രേക്ക് ഉപയോഗിക്കുന്നത് ബ്രേക്കിന്റെ കാര്യക്ഷമത പെട്ടെന്ന് കുറയാൻ ഇടയാക്കുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം. ലോ ഗിയറിൽ എഞ്ചിൻ ബ്രേക്കിംഗ് ഉപയോഗിച്ചാണ് ഇത്തരം റോഡുകളിൽ വാഹനം ഓടിക്കേണ്ടത്. സമയക്രമം പാലിക്കാനുള്ള വ്യഗ്രതയാണ് വിനോദയാത്രകളുടെ മറ്റൊരു പ്രശ്നം. 1-2 ദിവസത്തെ യാത്രയാണ് മിക്കവരും പ്ലാൻ ചെയ്യുന്നത്. ചുരുങ്ങിയ മണിക്കൂറുകൾക്കകം ചെന്നെത്താനും കണ്ടു തീർക്കാനുമുള്ള സ്ഥലങ്ങളും കാഴ്ചകളും നിരവധി. പുലർച്ചെ 4 മണിക്കോ 5 മണിക്കോ തുടങ്ങുന്ന യാത്ര പാതിരാത്രി വരെ തുടരും. ഇതിനിടയിൽ ഡ്രൈവർക്ക് വിശ്രമത്തിന് ലഭിക്കുന്നത് വളരെ കുറഞ്ഞ സമയമാണ്. യാത്രാ സംഘാടകർ ഡ്രൈവറുടെ വിശ്രമത്തിന്റെ കാര്യം തീരെ പരിഗണിക്കാറില്ല. തുടർച്ചയായ ജോലിയും ഉറക്കമില്ലായ്മയും ഡ്രൈവറുടെ കാര്യക്ഷമതയെ സാരമായി ബാധിക്കുമെന്ന കാര്യം ചിന്തിക്കാറുമില്ല. ദൂരയാത്രകളിൽ ഡ്രൈവർമാർക്ക് കൃത്യമായ ഇടവേളകളിൽ വിശ്രമം അനുവദിക്കേണ്ടത് യാത്രാ സംഘത്തിന്റെ സുരക്ഷിതത്വത്തിന് അനിവാര്യമാണ്. 9 പേരുടെ മരണത്തിനിടയാക്കിയ 2022 ഒക്ടോബറിലെ വടക്കഞ്ചേരി ടൂറിസ്റ്റ് ബസ് അപകടത്തെ തുടർന്ന് സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കടുത്ത പെരുമാറ്റച്ചട്ടവും നിയന്ത്രണവും കൊണ്ടുവന്നിരുന്നു. GPS സംവിധാനം, ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം, സ്പീഡ് ഗവർണർ, ഏകീകൃത കളർ കോഡ്, വെള്ള നിറം എന്നിവ കർശനമാക്കി. ടൂറിസ്റ്റ് ബസ്സുകളിലെ കളറിങ്ങും അലങ്കാരപ്പണികളും അതിരുകടന്ന പശ്ചാത്തലത്തിലാണ് കളർ കോഡ് നടപ്പാക്കിയത്. എന്നാൽ ബസ് മുതലാളിമാരുടെ സമ്മർദ്ദത്തിനു വഴങ്ങി അടുത്തിടെ ഈ നിബന്ധന പിൻവലിക്കുകയും കളർ പെയിന്റിംഗ് അനുവദിക്കുകയും ചെയ്തു. ഇന്ന് മിക്ക ബസ്സുകളും കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് സംവിധാനങ്ങളും കാതടപ്പിക്കുന്ന ശബ്ദ സജ്ജീകരണങ്ങളുമായാണ് ഓടുന്നത്. ഇത് ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കുകയും മറ്റു വാഹനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായി വ്യാപക പരാതിയുണ്ട്. ഒഴിവുവേളകൾ ആസ്വാദ്യകരമാക്കാനും കുടുംബ സുഹൃത്ത് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനുമാണ് വിനോദയാത്രകൾ. ഈ സന്തോഷവേളകൾ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ദുരന്തമായി മാറാതിരിക്കണമെങ്കിൽ സംഘാടന തലത്തിലും സർക്കാർ തലത്തിലും ശ്രദ്ധയും ജാഗ്രതയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവശ്യമായ നടപടികളും അനിവാര്യമാണ്. ദൂരയാത്രകളിൽ ചുരവും സങ്കീർണമായ വളവുകളും കടന്നു പോകേണ്ട യാത്രകളിൽ പ്രത്യേകിച്ചും ഡ്രൈവർമാർക്ക് ആ മേഖലയിൽ പരിചയമുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് സംഘാടകർ. വാഹനങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷൻ ഉറപ്പുവരുത്തുകയും വേണം. രാത്രി 10 മണിക്ക് ശേഷം മലയോര പാതകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുന്ന രീതിയിൽ ഷെഡ്യൂൾ ക്രമീകരിക്കുകയും രാത്രിയിൽ ഡ്രൈവർക്ക് ഉറങ്ങാനുള്ള സൗകര്യം നൽകുകയും ചെയ്യുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ വലിയൊരു അളവോളം സഹായകമാകും.
വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണരുന്ന നിലപാടാണ് സർക്കാരിൻ്റേത്. അതേ തുടർന്നുള്ള പ്രതിഷേധവും വിലാപങ്ങളും കെട്ടടങ്ങുന്നതോടെ ഉത്തരവാദപ്പെട്ടവർ പിൻവലിയും. ഇതിന് മാറ്റം വരണം. വാഹനയാത്രകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കർശന പരിശോധനയും CCTV നിരീക്ഷണവും ഏർപ്പെടുത്തേണ്ടതുണ്ട്. അന്തർ സംസ്ഥാന പാതകളിലും ചുരം റോഡുകളിലും പ്രത്യേകിച്ചും ഹെയർ പിൻ വളവുകളിൽ സുരക്ഷാ ഭിത്തികളുടെ ഉയരവും ബലവും വർദ്ധിപ്പിക്കേണ്ടതുമാണ്. സുരക്ഷാ ഭിത്തി തകർത്താണ് വാൽപ്പാറ അപകടത്തിൽ ട്രാവലർ വാൻ താഴേക്കു പതിച്ചത്. അധികാരികളുടെ കർശന നടപടികളും ഡ്രൈവർമാരുടെ ഉത്തരവാദിത്തബോധവും യാത്രക്കാരുടെ ജാഗ്രതയും ഒത്തുചേർന്നാൽ മാത്രമേ റോഡ് ഗതാഗതം സുരക്ഷിതമാകുകയുള്ളൂ.